ഫിഷ് ഓൺ. അപ്പം ഞാൻ ഇത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്കൂബിയാണ്. കാരണം ഇവിടെ ഓൾറെഡി ഇത് കണ്ടോ കുപ്പിച്ചില്ലുകൾ. ഫിഷ് ഓൺ. ഫിഷ് ഓൺ. ഈ ചെറുതാണ് കേട്ടോ. ഫിഷ് ഓൺ. നല്ലൊരുത്തനാണ് കേട്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരുത്തൻ അടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്നത്തെ 5ാമത്തെ വരാലത്. ഇതൊരു 1/2 കിലോ അടിച്ചിട്ടുണ്ട്. മഴ 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 നമ്മൾ വന്ന് പക്ഷേ നല്ല മഴ. എനിക്ക് ഓൾറെഡി ചെറിയൊരു പനിയായിരുന്നു. മണ്ടാരം മിക്കാറും ഇതുവഴി നടന്ന് അങ്ങോട്ടൊന്ന് പോവാം. ഫിഷോണ് ഞാൻ കൊല്ലിയിലോട്ടാണ് കേട്ടിട്ട്. ഫിഷോൺ. വായ്ക്കകത്തെന്തി വായ്ക്കകത്ത് ഫിഷോൺ. 400. ഗുഡ് മോർണിംഗ് മേശാമാരെ. വീഡിയോ നമ്മൾ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ തന്നെ എടുക്കുന്നത് മീനെല്ലാം പിടിച്ചിട്ട് അതിന് ശേഷമാണ്. ഒരു 9:30ക്കാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. കാരണം രാവിലെ വന്നപ്പം ഭയങ്കര മഴച്ചാറ്റിലും വല്ലാത്തൊരു കാലാവസ്ഥയാണ്. നമ്മൾ ഫോൺ തുറന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും ദൂരം ഓടി വന്നതല്ലേ. പിന്നെ നമ്മളങ്ങ് നിന്നാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം വെറുതെ ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മളിന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ചേറോൺ റോഡ്, പിന്നെ നമ്മുടെ കാസ്കിങ്ങിൻ്റെ റോയലിസിന് 2 റീല്. നമ്മുടെ ഇന്നത്തെ ഫ്രോഗ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്കൂബിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോ കാണുക. ഫിഷ് ഓൺ. പോകല്ലേ പോകല്ലേ പോകല്ലേ. നമ്മുടെ ഫസ്റ്റ് വരാൽ ഇവിടുത്തെ. ഈ കുറേ നേരത്തിന് ശേഷം നമ്മൾ ഫസ്റ്റ് വരാൽ ഇവിടുത്തെ കയറിയിരിക്കുന്നത്. ഒരു 1/4 കിലോ മേളുണ്ട് കേട്ടോ. 1/4 കിലോ ഞാൻ എടുത്തിട്ട് വയ്യ, ഒത്തിരി ടൈം പോയി. അപ്പം ഞാൻ ഇത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്കൂബിയാണ്. കാരണം ഇവിടെ ഓൾറെഡി ഇവിടെ ആൾക്കാർ കുറേ മീൻ പിടിച്ചൊരു ഏരിയയാണ്. പിന്നെ നമുക്കിവിടെ കിട്ടുമോ നോക്കാം, നമ്മുടെ ഒരു ഭാഗ്യമാണ്. സ്കൂബി മാത്രമല്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹാൻഡ് മെയ്ഡ് നമ്മൾ അടിക്കുന്നുണ്ട്. മാറി മാറിയാണ് നമ്മൾ നോക്കുന്നത് ഫ്രോഗ്. ഇത് കണ്ടോ കുപ്പിച്ചില്ലുകൾ. നമ്മൾ നോക്കി നടക്കണം നമ്മൾ തറയിലൊക്കെ. ഇല്ലെങ്കിൽ ചിലപ്പം ചെരുപ്പില്ലാതെ നടക്കുമായിരുന്നെങ്കിൽ ഇപ്പം കാലേ സംഭവം കൊണ്ടുകയറാൻ സാധ്യതയുണ്ടായിരുന്നു. ഫിഷ് ഓൺ. നമ്മുടെ സെക്കൻഡ് വരാൽ അതൊരു അയ്യോ തിണ്ടി കയ്യിൽ പിടിക്കാൻ. ഇത് നമ്മുടെ സെക്കൻഡ് വരാൽ. ഇതൊരു 1/2 കിലോ ഉണ്ട് കേട്ടോ. 1/2 കിലോ മേളിലുണ്ട് സെക്കൻഡ് വരാൽ. നമ്മുടെ സ്കൂബി സെക്കൻഡ് വരാൽ കുഴപ്പമില്ല കേട്ടോ. സോ നമുക്കിവനെ കൊല്ലിലോട്ട് മാറ്റാം. നല്ല ഹൂക്കപ്പായിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്കൂബിയിൽ നിന്ന് നമുക്ക് പ്രദക്ഷിണം നടത്താം. ഇവിടെ സ്കൂബി എടുത്താൽ മതി. പിന്നെ മീൻ പഠിച്ചതിൻ്റെ ടൈറ്റായതാണ്. അങ്ങനെയാണ്.
ഫിഷ് ഓൺ. കറങ്ങി ചത്തോ. നമ്മുടെ മൂന്നാമത്തെ വരാൽ. ഈ ചെറുതാണ് കേട്ടോ. ഇത് നമ്മുടെ മൂന്നാമത്തെ വരാൽ ചെറുതാട്ടോ, പക്ഷെ കുഴപ്പമില്ല. ഇതൊക്കെ എടുക്കാൻ സൈസാണ്. ഇതിൻ്റെ ചെറുതൊക്കെ ഉണ്ടെങ്കിൽ വിട്ടാൽ മതി. ഇതൊക്കെ എടുത്ത് കേട്ടോ നമ്മളെ കൊല്ലിയിലിട്ടു. ഓക്കെ ഫൈൻ. നമുക്ക് അടിക്കുന്നുണ്ട് കേട്ടോ മീൻ. ഇപ്പോൾ 3 അടിച്ചു. കാരണം നമ്മൾ ഇത്രയും ദൂരം ഓടി വന്നതല്ലേ. നമുക്കൊരു 5 എണ്ണമെങ്കിലും കിട്ടണം. കാരണം 100-500 രൂപയുടെ മീനെങ്കിലും നമുക്ക് കിട്ടണ്ടേ ഗൈസ്. ഇത്ര ഓടി വരുന്നതല്ലേ. അപ്പം നോക്കാം. ഇതെന്തോ മലര. ഫിഷ് ഓൺ. ഓ കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ എടുക്കാം. ചെറുതാണ് പക്ഷേ നമുക്ക് എടുക്കാം സൈസൊക്കെ. നമ്മുടെ 4-മത്തെ വരാൽ ചെറിയ ടൈപ്പ് കേട്ടോ. ചെറുതെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് കിട്ടിയതിൻ്റെ അത്രയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എടുക്കാൻ വരും. ഇതൊക്കെ കളയുന്നില്ല, എടുക്കാം. അടിച്ച് നല്ലപോലെ പേടയാത് നല്ലപോലെ അകത്ത് കയറ്റി കേട്ടോ. കുഴപ്പമില്ല. നമ്മുടെ കൊല്ലിയിലോട്ട് പിന്നെ തട്ടാം. നമ്മുടെ 4-മത്തെ വരാൽ ഇന്നത്തെ 4. കുഴപ്പമില്ല. നമ്മുടെ സ്കൂബി കടിച്ച് പറിച്ച്. ഓക്കെ ഫൈൻ. നല്ലൊരുത്തനാണ് കേട്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരുത്തൻ അടിച്ചിട്ടുണ്ട്. നല്ലൊരു വരാൽ അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. സൈസ് കുഴപ്പമില്ല. ഇത് നമ്മുടെ ഇന്നത്തെ 5-മത്തെ വരാലത്. ഇതൊരു അര കിലോ റേഞ്ച് ഉണ്ട് കേട്ടോ. 1/2 കിലോ കുഴപ്പമില്ല. വിയറ്റ്നാമാണ് കേട്ടോ, നാടനല്ല. കിട്ടുന്നതെല്ലാം വിയറ്റ്നാം ടൈപ്പാണ്. ഇപ്പോൾ മഴയും ചാറുന്നുണ്ട്. മീനിനി അടിക്കുമെന്നും അറിയത്തില്ല, വളരെയധികം. നമുക്കപ്പം ഊരട്ടെ. ഇവൻ പെട്ടെന്ന് ചാകാൻ സാധ്യതയുണ്ട്. ഹുക്കിരിക്കുന്ന കണ്ടോ. ഹുക്ക് നല്ല രീതിയിൽ അകത്ത് കയറി. ഡേഞ്ചറാണ് ഇതെടുക്കാൻ. ഇത് കണ്ടോ, അവൻ്റെ വാ കണ്ടോ, അകമെല്ലാം മുറിഞ്ഞ് നല്ല രീതിയിൽ ബ്ലഡ് ആയിട്ടുണ്ട്. ഞാൻ അവനെ കൊല്ലിയിട മാറ്റട്ടെ. നമ്മുടെ സ്കൂബി നിറച്ച് ബ്ലഡ് അവൻ്റെ. എൻ്റെ മോനെ. അടിച്ചിട്ടുണ്ട്. കടുത്ത മീൻ അടിച്ചിട്ടുണ്ട്.
നമ്മുടെ 6ാമത്തെ മീൻ അടിച്ചിട്ടുണ്ട്. പോകാതെ. യെസ്. അയ്യോ, കരകരിപ്പം പോയി. നമ്മുടെ 6ാമത്തെ വരാൽ ഒരു 1/2 കിലോയ്ക്ക് അടുത്തെങ്ങാണ്ട് കഷ്ടിച്ചാണ് കേട്ടോ. ഒരു 350-400 ഗ്രാമിനടുത്ത് നമ്മുടെ 6ാമത്തെ വരാൽ. പിന്നെ മാറ്റട്ടെ. മഴ നമ്മൾ വന്നു കഴിഞ്ഞാൽ മഴ. എന്തോ നാശം. മഴ, അവിടെ വെയിൽ, ഇവിടെ മഴ, എല്ലാം കൂടെ മിക്സായിട്ടുള്ളൊരു കാലാവസ്ഥ കേട്ടോ. മിക്സ്ഡ് കാലാവസ്ഥ. ശേ, മീൻ അടിച്ചിട്ടുണ്ട്. അശ്ശോ, ശേ, അയ്യേ, ശേ, 2 തവണ. അയ്യേ, ശേ, പോട്ട് സാരമില്ല, പോയത് പോയി. മനുഷ്യന്മാരെ, മീൻ അടിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും മഴ, കാറ്റ്, എന്തുവാണ് ഇത്? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ശേ, നല്ല സങ്കടമുണ്ട്. ശേ, മീനുണ്ട്, പോകാതിരുന്നാൽ മതി. നമ്മുടെ 7ാമത്തെ മീനും കണ്ട്. അയ്യോ, മഴ. ഇത് കുഴപ്പമില്ലാത്ത സൈസ്. നമ്മുടെ 8ാമത്തെ മീനും കണ്ട കേട്ടോ. എനിക്ക് ഓർമ്മയില്ല. ഞാൻ കൊല്ലിയിലോട്ട് മാറ്റട്ടെ. മഴ. പച്ചമര നല്ല മഴ. എനിക്ക് ഓൾറെഡി ചെറിയൊരു പനിയായിരുന്നു. വണ്ടാരം മിക്കാരും പനി കഴിച്ച് കിടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിപ്പം ഫ്രോ മാറ്റുന്നില്ല. ഇന്ന് നമ്മുടെ ഫുൾ സ്കൂബിയിൽ. നമ്മുടെ ഹാൻഡ് മെയ്ഡ് തൽക്കാലം ഞാൻ മാറ്റി. നമ്മൾ തൽക്കാലം നമ്മുടെ സ്കൂബിയിൽ നമുക്കിന്ന് നോക്കാം. സ്കൂബിയിൽ ഇന്നത്തെ വേട്ട ഫുൾ സ്കൂബിയിലായിക്കോട്ടെ. ഉടക്കുന്നുണ്ട് സ്കൂബി, എന്നാലും ഇന്നത്തെ വേട്ട ഫുള്ള് ഞാൻ സ്കൂബിക്ക് കൊടുത്തു. ഷിറ്റ് മഴ. ഒന്ന് മാറണേ. ഇതുവഴി നടന്ന് അങ്ങോട്ടൊന്ന് പോവാം. നടന്ന് കൽക്കത്തി കൂടെ നമുക്ക് അങ്ങോട്ട് ഇതിൻ്റെ അങ്ങേ സൈഡ് വരെ ഒന്ന് പോയി നോക്കാം. വല്ല അടിക്കുമോ നോക്കാം. ഒരു 3-4 കിട്ടുവാണെങ്കിൽ നമുക്ക്. എവിടെയായിരുന്നു? ഇവിടെയൊക്കെ വലയിട്ട് വെച്ചേക്കും. ആ ക്രോസിങ് വെച്ചേക്കും. അതുവഴി മീൻ പോകാൻ നേരത്ത് കയറാൻ വേണ്ടി. അപ്പുറത്തൊക്കെ മീനുണ്ട്, പക്ഷെ നമുക്ക് അടിക്കാൻ ഒരു പേടിയാണ്. കാരണം കല്ലേലെങ്ങാനും കൊണ്ട് കുടുങ്ങിയാൽ പിന്നെ ഭയങ്കര പ്രയാസം. ഫ്രോ കൊടുക്കണം. എന്നാൽ സ്കൂബിയ.
ഈ ചെറുത് നമ്മുടെ 9ാമത്തെ വരാനാണ് 9. ചെറുതെങ്കിൽ ചെറുത് നമ്മൾ വരുന്നതല്ലേ എടുക്കാം. ഫിഷ് ഓൺ ചെറുതാ. നമ്മൾ 10ാമത്തെ വരാല കണ്ടല്ലേ, 10 തോന്നുന്നു. 10ാമത്തെ വരാല് ഹുക്കപ്പ് കണ്ടോ, അത് വെറൈറ്റി ഹുക്കപ്പ് ഇങ്ങനെ കയറിയിരിപ്പുണ്ട് ഇവിടെ 10. ഞാൻ എടുക്കട്ടെ, ഞാൻ കൊല്ലിയിലോട്ടാണ് കേട്ടിട്ട്. അതിന് സമയമായി, നമുക്ക് പോകാനുള്ള ടൈമൊക്കെ ഏകദേശം ആയി വരുന്നത്. ഇനി ഇവിടുന്ന് അരമണിക്കൂറുണ്ട് യാത്ര നമ്മുടെ വീട്ടിലോട്ട്. ഫൈൻ, അവനെ ഇട്ടു. Fish on. പോകല്ലേ. നമ്മുടെ 11ാമത്തെ വരാലും 11, 9 മണിയാവുന്നു. അയ്യോ, ഞാൻ മാറ്റട്ടെ. വിയറ്റ്നാം വരാറ് കേട്ടോ, അത് എല്ലാം വിയറ്റ്നാം വരാറുകൾ. ഫ്ലെയറും ഹുക്കറും കൂടി വന്നേ. ചെറുതാട്ടോ, ചെറിയ വരാലേ. അതിൻ്റെ വായിക്കാത്ത നമ്മുടെ ഫ്രോഗുണ്ട്. അവനെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ അവനെ ഒന്ന് കണ്ടോ, അവൻ അയച്ചു കൊടുത്തു. ഞാൻ അയച്ചു വിട്ടേക്കത് വരാല്ലേ, ഞാൻ ഓടിച്ച് കളിപ്പിക്കുക. മീനുണ്ട് കണ്ടോ, മീന. അവനെ ഓടാൻ വിട്ടേക്കാം, അവൻ എത്രയും പോകുമെന്ന് നോക്കട്ടെ. അവനെ കൊണ്ട് അധികം പോകാൻ പറ്റത്തില്ല. ചൊട്ടാവാല. വായിക്കകത്തെന്തി വായിക്കകത്ത് നല്ല രീതിയിൽ അവനെടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അത് നമ്മൾ മാറ്റി നമ്മുടെ കൊല്ലിയിലോട്ട് നമുക്ക് പ്രവേശിപ്പിക്കാം. ഓക്കെ, നമ്മുടെ 12ാമത്തെ ഒരാൾ. എൻ്റെ ദൈവമേ, അത്തമ്മ ഇങ്ങനെ മീനടിക്കുമ്പം പോകാനും തോന്നത്തില്ല. വെയിലും വിഷയമല്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മീൻ അടിക്കത്തുള്ളൂ, അറിയാം. പെർഫെക്റ്റ് ആണ്. ലാസ്റ്റ് എറിയിനി അറിയത്തില്ല, നിർത്തി. അടിച്ചാലും ഇല്ലെങ്കിലും ഫിഷ് ഓൺ. നമ്മുടെ 13ാമത്തെ വരാറ്. നിർത്തി, ലാസ്റ്റ് വരാറ്. നിർത്തി. ഇനിയില്ല, ഇനി വീട്ടിൽ പോകണം നമുക്ക്. നമ്മുടെ 13ാമത്തെ ചുട്ട വരാൽ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവനെയും കൂടെ എടുത്ത് നമുക്ക് കൊല്ലിയിലോട്ട് മാറ്റാം. നമുക്ക് രാവിലെ പിടിച്ചാൽ നമ്മുടെ വരാലുകളെ ഒന്ന് തൂക്കാം.
0 വരെ എത്തി. 4,400. 4,400 എൻ്റെ മോനെ, 4,400. ഇനി നിന്നാൽ ചിലപ്പോൾ 5 കിലോ കിട്ടും, പക്ഷെ വേണ്ട, നമുക്ക് വീട്ടിൽ പോകണം. അപ്പോൾ അച്ഛന്മാരെ നമ്മുടെ ഫിഷിംഗ് ഒക്കെ നമ്മൾ നിർത്തി, നമ്മൾ കയറുവാണത് 9:30 ആവുന്നു, 9:30 ആയെന്ന് തോന്നുന്നു, 9:30 ആയി. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു വേട്ടയായിരുന്നു. വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണും വരെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആളുകളെ സംബന്ധിച്ചവർക്കും ടാറ്റാ.